You feel hungry? Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm fine. So this video is all about ഫുഡ് റൂട്ടീൻ ഓഫ് ബേബി അബൂദ്. റീസെൻ്റ് ആയിട്ടല്ല, കുറച്ചധികം വീഡിയോസിൻ്റെ താഴെ സ്ഥിരമായിട്ട് കിട്ടുന്ന കമൻറ്റാണ് ബേബി അബൂദിൻ്റെ ഫുഡ് റൂട്ടീൻസ് കാണിക്കുമോ എന്നും പറഞ്ഞിട്ട്. ആക്ച്വലി അവൻ ഇന്ന ഈ റൂട്ടീൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവൻ ലിക്വിഡ് ഫുഡ്സ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം, ബട്ട് കറൻ്റ്ലി അവന് സോളിഡും ഓക്കെയാണ്. അതുകൊണ്ട് ഈ വീഡിയോ മോൻ്റെ ഫുഡ് റൂട്ടീൻസും അവന് കൊടുക്കുന്ന ഫുഡും അവൻ എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നതെന്നും ഒക്കെയുള്ള ഒരു കംപ്ലീറ്റ് ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വ്ലോഗാണ്. ടോഡ്ലേഴ്സിൻ്റെ മദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കാണാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ലിക്വിഡ് ഫുഡ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് സോളിഡ് ഫുഡിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബേബി അബൂദിന് ലിക്വിഡിന് സോളിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല. അൽഹംദുലില്ലാ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലിക്വിഡ് ഫുഡ്സ് മാത്രം കഴിക്കുന്ന കുട്ടികൾ എപ്പോഴും സോളിഡ് ഫുഡ്സ് ട്രൈ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഫുഡ്സ് കഴിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ബേബി അബൂദിന് ഞാൻ ഫസ്റ്റ് സോളിഡ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ലിക്വിഡ് സ്റ്റോപ്പ് ചെയ്ത് സോളിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെയുള്ള സോഫ്റ്റായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് നമ്മളുടെ ഉഴുന്ന് ദോശയൊക്കെ അത് ഫെർമെൻറ്റേഷന് വെക്കുമ്പം നമ്മളുടെ ഈസ്റ്റ് ഒന്നും ഇടാണ്ട് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ ട്രൈ ചെയ്യാം. സെക്കൻഡായിട്ട് ഞാൻ ട്രൈ ചെയ്തതായിരുന്നു ഈ ഒരു നീർദോശ. ഇത് നമ്മളുടെ വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കിയ നീർദോശയാണ്, നോർമൽ ദോശ. അതിൻ്റെ മുകളിൽ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലോസ് ചെയ്തൊന്ന് കുക്കായിട്ട് വരുമ്പം മുകളിൽ നമ്മളുടെ ചെദ്ദാർ ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ആഡ് ചെയ്യാം. ചീസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബേബീസ്, എന്താ പറയുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും നല്ല സോഫ്റ്റാണ്, കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നന്നായിട്ട് സോളിഡ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്വിച്ച് ചെയ്തതായിരുന്നു നമ്മളുടെ ബ്രെഡ് ഐറ്റംസിലേക്ക്. അവന് ഷുഗർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തീരെ ബ്രെഡ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല. അപ്പം ഞാൻ ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ ബ്രെഡ് അല്ലാണ്ട് നമ്മളുടെ വീറ്റ് ബ്രെഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മോർണിംഗ് നല്ല നേരത്തെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല, നമ്മൾ ഫാസ്റ്റിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൂട്ട്സ് അവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ അതിൻ്റെ കൂടെ മിൽക്ക്, ബ്രെഡ്, വീറ്റ് ബ്രെഡാണ് ഞാൻ കൂടുതലും കൊടുക്കാറ്. നമ്മളുടെ നോർമൽ ഓൾ പർപ്പസിൻ്റെ ബ്രെഡ് കൊടുക്കാറേ ഇല്ല. ബിക്കോസ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോട്ട് ഗുഡ് ഫോർ ദെയർ ഹെൽത്ത്. അപ്പം എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതൊരു റുട്ടീനായിട്ട് മാറ്റുക. കൂടുതലും ഒരു 2 ഇയർ ഒക്കെ കഴിഞ്ഞാൽ അവർ സെൽഫായിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. എന്നാലും നമ്മൾ മദേഴ്സ് കുറച്ചുകൂടി കെയർ കൊടുത്തിട്ട് നമ്മൾ തന്നെ മാക്സിമം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ഒരു 2 ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബേബി അബൂദിന് ഇതുപോലെ ഒറ്റക്ക് ഫുഡ് കൊടുക്കും. അവന് മൊത്തത്തിലൊന്നും കഴിക്കില്ല, മേ ബി ചുറ്റിലും ഒത്തിരി സ്പ്രെഡ് ചെയ്ത് വെക്കും. എന്നാൽ കൂടി അൽഹംദുലില്ലാ മോനിപ്പോൾ ഒരുപാട് ഒറ്റക്ക് കഴിച്ച് അവന് അതിലൊരു യൂസ്ഡായി. ഒരുപാട് ഫുഡൊന്നും പുറത്ത് കളയരുത് എന്നുള്ളതൊക്കെ ഏകദേശം പഠിച്ചു തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഒരു ടൈമെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഫുഡ് കൊടുക്കുക. സോളിഡ്സ് ആണെങ്കിലോ ലിക്വിഡ് ആണെങ്കിലും അങ്ങനെ ഫീഡ് ചെയ്ത് ട്രൈ ചെയ്യിപ്പിക്കുക. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരുപാട് ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കൊടുക്കുന്ന ഫുഡ് ബേബി അബൂദ് മൊത്തത്തിൽ കഴിക്കൊന്നുമില്ല കേട്ടോ. പകുതി മുക്കാലും പുറത്തായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ബാലൻസ് വെക്കും. അപ്പോൾ അവന് ഫ്രൂട്ട്സ് കുറച്ച് ഇഷ്ടമാണ്. മോർണിംഗ് നേരത്തെ എഴുന്നേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സും വീറ്റ് ബ്രെഡും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്, കുറച്ചുകൂടി ഹെൽത്തിയാണ്.
വീക്കിലി ഒരു ട്വൈസോ ത്രൈസോ ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഫുഡാട്ടോ ഈ ഹെൽത്ത് മിക്സ്. ഇറ്റ് റിയലി ഗുഡ് ഫോർ ദ ഹെൽത്ത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പൊടിക്കാണ്ടാണ് നമുക്ക് കിട്ടുക. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു ബ്ലെൻഡറിൽ വെച്ച് പൊടിച്ച് ആവശ്യത്തിന് മിൽക്കും അതിലേക്ക് ഈ ഒരു പൊടിയും പനക്കൽക്കൊണ്ടും വാട്ടറും ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കും. ധാന്യപ്പൊടികളായതുകൊണ്ട് അത് നന്നായിട്ട് കുക്കാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഇത് ഈ ഒരു ഹെൽത്ത് മിക്സ് ആണെങ്കിലും റാഗി ആണെങ്കിലും ഓട്സ് ആണെങ്കിലും അവർ മതി എന്ന് പറയുന്ന സമയം വരെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. കാരണം അത്രയും ഹെൽത്തിന് നല്ലതാണ്. ഒരു 10 o'clock ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ കൂടുതലും ഇതുപോലെ സ്റ്റീംഡ് വെജീസാണ് ബേബി അബൂദിന് കൊടുക്കാറ്. ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടും മോന് വേണ്ടിയിട്ടും കുറച്ചധികം ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. ഈവനിങ് ടീ ടൈമിൽ മാക്സിമം ബേക്കറി ഐറ്റംസ് അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല നാച്ചുറലി ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കും. ജസ്റ്റ് നമ്മളുടെ ഇന്ത്യൻ ബനാനയിലേക്ക് കോക്കനട്ട് ഗ്രേറ്റഡും ഷുഗറും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഫീഡ് ചെയ്യും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് ടീ ടൈമിലോ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മളുടെ വീറ്റ് ബ്രെഡിൻ്റെ കൂടെ പീനട്ട് ബട്ടർ വിത്ത് മിൽക്ക്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിത് കൂടുതലും ബേബി അബൂദിന് കൊടുക്കാറ്. എഗ്സൊക്കെ മോർണിംഗ് കൊടുക്കുന്നതാണ് ഏറ്റവും ഹെൽത്തിന് നല്ലത്. നിങ്ങളൊരു ബിസി ആയിട്ടുള്ള ഹോം മേക്കറോ അല്ലെങ്കിൽ വർക്കിംഗ് മദറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. സ്മാഷ്ഡ് എഗ്സും അതിൻ്റെ കൂടെ സ്ട്രോബെറി എന്തെങ്കിലും ഫ്രൂട്ട്സ്, നമ്മളുടെ വീറ്റ് ബ്രെഡ്. ബേബി അബൂദിന് ഫോക്ക് വെച്ച് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ സേഫസ്റ്റ് വേയിലല്ല അവൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫോക്ക് സേഫസ്റ്റ് വേയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കറൻ്റ്ലി അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ കഴിക്കുന്ന ഒരു ഫുൾ ടൈം ഞാൻ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. ദിസ് ഇസ് ബേബി കോൺസ്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ദെയർ ഹെൽത്ത്. ഇത് ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ളത് ഇതുപോലെ പാക്കറ്റ്സിൽ നമുക്ക് ലുലുലും നെസ്റ്റോയിലും ഒക്കെ അവൈലബിൾ ആണ്. അത് നന്നായിട്ട് വീട്ടിൽ വന്ന് ഒന്നുകൂടി സ്റ്റീം ചെയ്തിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ചിക്കൻസ് ആർ റിയലി ഗുഡ് ഫോർ ദെയർ ഹെൽത്ത്. മാക്സിമം ഞാനൊരു 2 to 3 times ഒക്കെ ചിക്കൻസ് ഫീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ചിക്കൻസ് ഇതുപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഫീഡ് ചെയ്യുക. സ്മൂത്ത് ആയതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ആദ്യം തന്നെ ചിക്കൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. മാക്സിമം ഈ ചില്ലി പോലെയുള്ള സ്പൈസസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അത് അവരുടെ സ്കിന്നിനും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാക്കും. ഇതിന് ലൈറ്റായിട്ടൊരു സോൾട്ടി ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് അവർ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിക്കും. നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഒരു സ്പൈസി ചിക്കൻ. ഇത് റീസെൻ്റ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് കഴിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം മോൻ കഴിക്കാൻ തുടങ്ങിയതാട്ടോ. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് സ്വീറ്റ് പെപ്പറാണ്. അതുകൊണ്ട് തീരെ സ്പൈസി ആയിരിക്കില്ല. കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മളുടെ ഗാർലിക് പൗഡർ, ഒരിഗാനോ കഴിഞ്ഞാൽ നമുക്ക് പെപ്പർ വേണമെങ്കിൽ സ്പൈസി ആവശ്യമുണ്ടെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം. ഞാൻ വളരെ ലൈറ്റായിട്ട് കുറച്ച് പെപ്പർ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒത്തിരി സ്പൈസി ആയിരുന്നാൽ ചിലപ്പോൾ കുട്ടികൾ കഴിക്കില്ല. അതിൻ്റെ കൂടെ ഒലീവ് ഓയിലും കൂടിയിട്ട് സോൾട്ടും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്താൽ കുറച്ചൊരു സ്മൂത്തി ആയിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടും. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച നമ്മളുടെ ടെൻഡർ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മസാല പുരട്ടി ഒരു 10 to 15 minutes റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മളിതിപ്പോൾ അഡീഷണലായിട്ട് ഇതിലേക്ക് വേറെ ഒരു ഓയിൽസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ് എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എയർ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ എയർ ഫ്രൈ ചെയ്യും. ഓപ്പൺ എയർ ഫ്രൈ മീൻസ് നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു എയർ ഫ്രൈയറിൻ്റെ പേപ്പറിലേക്ക് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത് എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കും. മോന് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ എയർ ഫ്രൈ ചെയ്യാറില്ല. നന്നായിട്ട് ഫോയിൽ പേപ്പറിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇത് കൂടുതലും എയർ ഫ്രൈ ചെയ്യുക. അതാണ് കുറച്ചുകൂടിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. നമ്മൾ ഈ എയർ ഫ്രൈ ചെയ്യുമ്പം എയർ ഫ്രൈ ചെയ്യുന്ന ടൈം കുറച്ച് അധികമായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ചിക്കന് കംപ്ലീറ്റ്ലി കുക്കായതിൻ്റെ ശേഷം പിന്നെയും മിനിറ്റ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചിക്കൻ്റെ മുകളിൽ ബ്ലാക്ക് കളറുള്ള അടയാളം വരാൻ ചാൻസ് കൂടുതലാണ്. ലൈക്ക് അത് ഓവറായിട്ട് കുക്കാവുമ്പോൾ വരുന്ന ഒരു അടയാളമാണ്. അപ്പോൾ എയർ ഫ്രൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ബ്ലാക്ക് കളറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കും. അത് ക്യാൻസർ പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ കാരണമാവാൻ ചാൻസ് കൂടുതലാണ്. സോ ഞാൻ ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ ഫോയിൽ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം ഇട്ടിട്ടാണ് ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കൽ. ഇത് ഫോൾഡഡ് എയർ ഫ്രൈ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ, മസാലേൻ്റെ പോർഷൻ കുറച്ച് കരിഞ്ഞിട്ടുണ്ട് എന്നല്ലാണ്ട് ചിക്കനൊന്നും സംഭവിച്ചിട്ടില്ല. ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വാട്ടറൊക്കെ ഇറങ്ങി വന്നിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് റൈസാണ് കൊടുക്കുന്നത്. വൈറ്റ് റൈസും ഈ ചിക്കനും നല്ല ടേസ്റ്റാണ്, നല്ല മാച്ചാണ്.
അവനൊരു വളരെ കുറച്ച് വൈറ്റ് റൈസ് മാത്രമേ കഴിക്കൂ. ആ വൈറ്റ് റൈസിലേക്ക് ചിക്കനും ഇതുപോലെ തന്നെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ. സ്വീറ്റ് പെപ്പർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ തീരെ സ്പൈസി ഉണ്ടാവില്ല, ജസ്റ്റ് നോർമൽ ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എടുത്തതാണ്, പക്ഷെ മോനും ഇതിൻ്റെ ഒരു പീസാണ് കൊടുക്കാറ്. വീക്കിലി ഒരു 2 to 3 ടൈംസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫുഡ് ആട്ടോ ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്ക് ഈസ് റിയലി ഗുഡ് ഫോർ ദെയർ ഹെൽത്ത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറും ബട്ടർ മിൽക്കും ആണ്. അപ്പം ബട്ടറും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇൻഷാല്ല ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വ്ളോഗിലായിട്ട് എങ്ങനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ബട്ടർ മിൽക്ക് ഇതുപോലെ ഗ്ലാസ് ബോട്ടിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1 വീക്ക് വരെ കേടുവരാണ്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഉണ്ടാക്കിയ ദിവസം അത്ര പുളിയൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ദിവസം കഴിയുന്തോറും നല്ല പുളിയൊക്കെ ആയി നല്ല ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ്. ബേബി അബൂദിന് മോർണിംഗ് ഡെയിലി കൊടുക്കുന്ന ഒരു ഫുഡാട്ടോ എഗ്സ്. അപ്പം മിനിമം ഒരു എഗ്ഗ് എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. എഗ്ഗ് ബോയിൽ ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ ഐസ് ക്യൂബിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഐഡിയ. അതുപോലെ തന്നെ മോർണിംഗ് ചില ദിവസങ്ങളിൽ ഞാൻ ഫാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മോന് കൂടുതലും കൊടുക്കുന്നത് ഇതുപോലെ ബ്രെഡ് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ട് ബട്ടർ ടോസ്റ്റ് ചെയ്തിട്ട് പ്ലെയിൻ ബ്രെഡ് കൊടുക്കും. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഒരുപാട് ആൾക്കാർ ഹെൽത്ത് മിക്സ് കൊടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്, ഹെൽത്ത് മിക്സിൽ എന്തൊക്കെ കണ്ടൻസ് ആണുള്ളത്, അത് കുട്ടികൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നൊക്കെ. ഈ ഹെൽത്ത് മിക്സിൻ്റെ പാക്കറ്റ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഈ സെയിം സാധനം തന്നെ നമുക്കിവിടെ കോട്ടക്കൽ ആര്യവൈദ്യശാല അതുപോലെയുള്ള ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ബോട്ടിലാണ് കിട്ടുക. നാട്ടിൽ എനിക്ക് തോന്നുന്നു 220 ഒരു 250 റുപ്പീസ് എന്തോ ആണുള്ളത്. ഞാൻ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ബോട്ടിൽ ഒഴിവാക്കി ജസ്റ്റ് ഒരു കവറിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ മറക്കാണ്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഇത്. ഒരു 3 to 4 ബോട്ടിൽസ് ഒക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട്. ഒരു ബോട്ടിലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 കിലോ എന്തോ ആണ്. അപ്പോൾ ഇതിൽ എല്ലാ ധാന്യപ്പൊടികളുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാഗി, നമ്മളുടെ എല്ലാ ധാന്യപ്പൊടികളും നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാണാൻ വേണ്ടി പറ്റും. കടല, പയറ്, നമ്മളുടെ സ്പൈസസ് ഒക്കെ, അങ്ങനെ എല്ലാതും, പനക്കൽക്കണ്ടം ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി മിക്സാണ് കേട്ടോ. ഇത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഈ ബോട്ടിലിൻ്റെ പുറത്ത് തന്നെ ഒരു വലിയ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ വീക്കിലി ഒരു 2 ടൈംസോ 3 ടൈംസോ ഇതുപോലെ ഫീഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫുഡ്സൊക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറ്. എൻ്റെ കയ്യിൽ ഇത് ലാസ്റ്റ് ബോട്ടിലാണ്. ബാക്കിയുള്ള 3 ബോട്ടിൽസും ഫിനിഷായി. നമ്മൾ നാട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 year ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഓട്സ് പൗഡർ കൂടി ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്ന ഒരു വിധം എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ ഓട്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഫസ്റ്റ് മിൽക്ക് ഒഴിക്കുക, അതിൽ പനക്കൽക്കണ്ട് ഇടുക, ആവശ്യത്തിന് ഈ പൗഡർ ഇടുക, വേണമെങ്കിൽ കുറച്ച് ഓട്സ് പൗഡറും വാട്ടർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ധാന്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് കുക്കാവണം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഫുഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്ലീപ്പ്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ദെയർ ഹെൽത്ത്, എക്സ്പെഷ്യലി ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ സ്ലീപ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒരു ഫാൻസി ഫുഡ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ നോർമൽ ഒരു ചിക്കൻ ബർഗർ. അപ്പോൾ ഇത് ബർഗർ പാറ്റി നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം 2 വീറ്റ് ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്ത് അതിലേക്ക് ചീസും കൂടി, സ്ലൈസ്ഡ് ചീസ് കൂടി വെച്ചിട്ട് ഇതുപോലെ ഫാൻസി ആയിട്ട് എപ്പോഴേലും റെയറായിട്ട് കൊടുക്കുന്ന ഒരു ഫുഡാണ്. അത് ഞാൻ റെക്കമെൻഡേ ചെയ്യുന്നില്ല, ബിക്കോസ് പുറത്തത്തെ ഫുഡ് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. നെക്സ്റ്റ് മോന് കുറച്ച് ഇഷ്ടമുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, ഹെൽത്തി ഒന്നുമല്ല ആക്ച്വലി. ഇത് നമ്മളുടെ വൈറ്റ് സോസ് പാസ്ത. പക്ഷെ അത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള വേർഷനിൽ എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ, മോന് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് മക്കറോണി ഷെല്ലിലേക്ക് ഈ വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കും. ഹസ്ബൻഡിനാണെങ്കിൽ നമ്മളുടെ നോർമൽ പാസ്ത ഷെല്ലിലേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് വൈറ്റ് സോസ് പാസ്ത നോർമലി ഉണ്ടാക്കുന്നത്. വേറൊരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ ഇത്. നമ്മളുടെ നോർമൽ ചിക്കൻ നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബട്ടർ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ദെയർ ഹെൽത്ത്. നെക്സ്റ്റ് നമ്മളുടെ റാഗി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. 6 months മുതൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ കുട്ടികളും ഒരു 2 വയസ്സ് കഴിയുമ്പോൾ റിജക്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് റാഗിയാണ്. റാഗി അറ്റ്ലീസ്റ്റ് വീക്കിലി വൺസ് എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ലഞ്ച് ഞാൻ കഴിക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് മോനും കഴിക്കാറ്. അതിൽ ഞാൻ ആവശ്യത്തിന് ലൈറ്റായിട്ട് സ്പൈസസും ഗ്രീൻ വെജീസും നന്നായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. കൂടുതലും സ്പിനച്ച്, ലേഡി ഫിംഗർ, അതുപോലത്തെ ബീട്രൂട്ട്, ക്യാരറ്റ് അതുപോലെയുള്ള ഐറ്റംസാണ് കൂടുതലും കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. റിയലി ഗുഡ് ഫോർ ദെയർ ഹെൽത്ത്. മാക്സിമം ഗ്രീൻ വെജീസ് ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മളുടെ കുട്ടികൾ വെജിറ്റബിൾസ് റിജക്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ആവശ്യത്തിന് അവരുടെ ബോഡിയിലേക്ക്
ചെറുപ്പത്തിലേ എത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞിലേ ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഗ്രീൻ വെജീസൊക്കെ കൊടുത്ത് ട്രൈ ചെയ്യാം. ഗ്രീൻ വെജീസ് അവർ കഴിച്ച് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസും കുറയും. ലഞ്ചിന് കൊടുക്കുന്ന വേറൊരു ഫുഡാണ് നമ്മളുടെ വെർമിസെല്ലി റൈസ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ 2-3 വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 5 മിനിറ്റിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് നമ്മളുടെ വെർമിസെല്ലി റൈസ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1 or 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് നമ്മളുടെ സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക. സേമിയ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് റൈസ് ഇട്ട് കൊടുക്കുക. 1 കപ്പ് റൈസിന് 1/2 കപ്പ് സേമിയ, അതാണ് കറക്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. വാട്ടർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത് 1 കപ്പ് റൈസ് ആണെങ്കിൽ 1.5 കപ്പ് വാട്ടർ, ലൈക്ക് നമ്മളുടെ നെയ്ച്ചോറ് ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു റൈസാണ് വെർമിസെല്ലി റൈസ്. കുട്ടികൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ നോർമൽ റൈസ് കൊടുത്തിട്ട് മടുപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ടറിലും ഒലീവിലും ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നോർമലി ബിരിയാണി റൈസിൻ്റെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സ്ഥിരമായിട്ട് ഞാൻ ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവന് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഓട്സ്. ടോഡ്ലേഴ്സ് നല്ലോണം റിജക്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഓട്സ് എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ബേബി അബൂദ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓട്സ് കൊടുക്കുന്ന സമയത്ത് അവനും നന്നായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കൂടുതലും വാട്ടർ കണ്ടൻറ്റ് കൂട്ടിയിട്ടായിരുന്നു ഓട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്, ബിക്കോസ് അവന് കഫ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലായതുകൊണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി വാട്ടർ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഓട്സിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും. അതിനുശേഷം മോന് ഞാൻ ഓട്സ് ഉണ്ടാക്കുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ട് കുറച്ച് മിൽക്ക് കണ്ടൻറ്റ് നന്നായിട്ട് കൂട്ടിയിട്ട് ഓട്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മോന് നന്നായിട്ട് ഓട്സ് കഴിക്കും. അപ്പോൾ കഫ് ഇഷ്യൂ ആണ് മെയിൻ. ചില കുട്ടികൾക്ക് മിൽക്ക് തീരെ ഓക്കെ ആയിരിക്കില്ല. മിൽക്ക് ഒരു ഹൈ ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കഫ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫാറ്റ് മിൽക്കിൽ ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഹൈ ഫാറ്റ് മിൽക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 1 hour 1.5 hour കഴിഞ്ഞാൽ ഉള്ള ടൈമിൽ കൂടുതൽ കുട്ടികളും വിശക്കുന്നതെന്ന് പറഞ്ഞു വരും. ആ ഒരു സമയത്ത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഫീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. മോന് സ്ട്രോബെറീസ് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ടൈംസും സ്ട്രോബെറി, ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ പോലെയുള്ള ഫുഡ്സൊക്കെയാണ് ഫീഡ് ചെയ്യാറ്. ഇത് നോർമൽ ലഞ്ചിന് കഴിക്കുന്ന സ്പിനച്ച്, ഗ്രീൻ ഫുഡ്, വെജീസ് എന്തേലും ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് എപ്പോഴും ലഞ്ചിന്. നോർമൽ നമ്മളുടെ എന്തേലും ഉപ്പേരി, പപ്പടം, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്. പപ്പടംസൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതൊക്കെ അൾസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങൾക്ക് കാരണമാകും. ചില മക്കൾക്ക് പപ്പടം ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് അതിനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പപ്പടമൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അതായത് ഒരു വീക്ക്ലി വൺസൊക്കെ കൊടുക്കുന്നത്. ഈവനിങ് ടീ ടൈമിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ബ്രോസ്റ്റഡോ അല്ലെങ്കിൽ ചിക്കൻ നഗറ്റ്സോ ഒക്കെ ജസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കൊടുക്കാറ്. ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ലൈക്ക് ബിസ്ക്കറ്റ്സ്, മിക്സ്ചർ, ചിപ്സ്, അതുപോലെയുള്ള ഐറ്റംസ്. ചിക്കൻ നഗറ്റ്സോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സോ അതൊക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിനും കുറച്ചുകൂടി നല്ലതാണ്. ഏത് ടൈമിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് അതിലേക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ ചോറായിട്ടുള്ള ഫുഡോ അങ്ങനെ എല്ലാ സ്പൈസസും മാക്സിമം ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതവർക്ക് എല്ലാ സ്പൈസസും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും എല്ലാ സ്പൈസസിനോടൊന്ന് മിങ്കിൾ ആവുന്നതിനും ഹെൽപ്പ് ചെയ്യും. ഈവനിങ് ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മോർണിംഗിൽ ഉണ്ടാക്കിയ ദോശമാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി ചായൻ്റെ കൂടെ കൊടുക്കാനും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. മോൻ ഇതുപോലെ ദോശ, ഉഴുന്ന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസ്റ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുള്ള ഫുഡ് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യാം. 2 weeks ആയിട്ട് എടുത്ത വീഡിയോ ക്ലിപ്സ് നിന്ന് കുഞ്ഞു കുഞ്ഞു പോർഷൻസ് എടുത്തിട്ട് മേർജ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ടോഡ്ലേഴ്സിൻ്റെ മദേഴ്സിന് എന്തായാലും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദ എൻഡ്.